വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. 14 ഭേദഗതികളോടെയാണ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത്. പ്രതിപക്ഷത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും തള്ളി. ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് ഈ തിടുക്കപ്പെട്ട നീക്കം. ഇനി നമുക്ക് ഈ പുതിയ ഭേദഗതിയിലെ ചില ഭാഗങ്ങൾ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. പുതിയ ഭേദഗതി: ഭൂമി വഖഫ് ചെയ്യുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഉപയോഗത്തിലൂടെ വഖഫ് എന്ന വ്യവസ്ഥ ഇല്ലാതാകും. വഖഫ് ഭൂമി സർവേ നടത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് സർവേ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണർമാരെയും നിയമിക്കാം. എന്നാൽ ഭേദഗതി പ്രകാരം സർവേ നടത്തേണ്ടത് അതാത് ജില്ലാ കളക്ടർമാരായിരിക്കും. ഏതെങ്കിലും വഖഫ് സ്വത്ത് സർക്കാർ വകയാണോ എന്ന് സംശയമുണ്ടായാൽ അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ടതും കളക്ടറാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തർക്കങ്ങളിൽ വഖഫ് ട്രിബ്യൂണലിന് പകരം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കും എന്നർത്ഥം. വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും വരെ തർക്കമുള്ള സ്വത്തുക്കൾ വഖഫായി കണക്കാക്കില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. വഖഫ് ട്രിബ്യൂണലുകളുടെ ഘടന പൂർണ്ണമായിട്ടും മാറ്റും. അംഗങ്ങളിൽ ഒരാൾ ഇസ്ലാമിക നിയമങ്ങളിൽ പണ്ഡിതനായിരിക്കണമെന്ന വ്യവസ്ഥയില്ല. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അത് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നു എന്ന സംശയമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്ന് JPCയിൽ നടന്നതുകൂടി നമുക്കിന്ന് പരിശോധിക്കാം. ഭരണപക്ഷം 14 ഭേദഗതികൾ മുന്നോട്ട് വെച്ചു. എല്ലാം ആ ബില്ലുമായി ബന്ധപ്പെട്ട ഭരണപക്ഷത്തിന് അനുകൂലമായ ഭേദഗതികളാണ്. പ്രതിപക്ഷം മുന്നോട്ട് വെച്ചതാവട്ടെ 44 ഭേദഗതികളാണ്. ഈ 44 ഭേദഗതികളിൽ ഒന്നുപോലും JPC അംഗീകരിച്ചില്ല. ഭരണപക്ഷത്തിന് 16 MP-മാരുടെ പിന്തുണയുണ്ടായിരുന്നു. പ്രതിപക്ഷത്തെ പിന്തുണച്ചത് 10 MP-മാരാണ്. JPCയുടെ രൂപീകരിച്ചതിൻ്റെ ഘടന എന്ന് പറയുന്നത് നിലവിൽ എല്ലാ JPCയും രൂപീകരിക്കുന്നത് രാജ്യസഭയിൽ എത്ര അംഗങ്ങളാണോ JPCയിലേക്ക് വരുന്നത് അതിൻ്റെ ഇരട്ടി അംഗങ്ങൾ ലോക്സഭയിൽ നിന്ന് JPCയിലേക്ക് എത്തണം. അങ്ങനെ മൊത്തമുള്ള 16 MP-മാർ ഭരണപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി 14 ഭേദഗതികളോടുകൂടി JPC വഖഫ് നിയമ ഭേദഗതി അംഗീകരിച്ചു. ഇനി അത് എത്താൻ പോകുന്നത് ഈ സെഷനിൽ പാർലമെന്റിന് മുൻപിലാണ്. പാർലമെന്റ് എങ്ങനെയായിരിക്കും ഇനി അതിനെ കാണുക എന്നതിന് കൃത്യമായ ഉത്തരം ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടി. JPC അംഗീകരിച്ച ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഭരണപക്ഷം നിയമമാക്കാൻ പോകുന്നു. അതും ഈ ബഡ്ജറ്റ് സെഷനിൽ തന്നെ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. നിയമപരമായി നേരിടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പിയ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പിയ സുനിൽ, നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ കോടതി കയറുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പക്ഷേ നിലവിൽ JPC അംഗീകരിച്ച ഈ ബില്ലിന് പാർലമെന്റിൽ യാതൊരു തടസ്സവും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഭരണപക്ഷം. 1995 വഖഫ് നിയമം ഭേദഗതി ചെയ്ത് വഖഫ് ബോർഡുകളുടെ പ്രവർത്തനവും നിയന്ത്രണവും ഒക്കെ ഉടച്ചു വാർക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ വഖഫ് ബില്ലാണ് സംയുക്ത പാർലമെന്ററി സമിതി പരിശോധിച്ചത്. ഇന്ന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അവസാനത്തെ യോഗമായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും അംഗങ്ങൾ മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങളാണ് പരിശോധിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ 44 ഭേദഗതി നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഭരണപക്ഷ അംഗങ്ങൾ 23 നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും JPC തള്ളി. ഭരണപക്ഷ അംഗങ്ങൾ നൽകിയ 23 ഭേദഗതി നിർദ്ദേശങ്ങളിൽ 14 എണ്ണം അംഗീകരിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് വഖഫ് ബോർഡുകളിൽ 2 മുസ്ലിം ഇതര പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന ഭേദഗതിയാണ്. അങ്ങനെ 14 ഭേദഗതികൾ JPC അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടായിരിക്കും ഇനി JPC പാർലമെന്റിൽ നൽകുക. ഈ വരുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ JPC റിപ്പോർട്ട് നൽകും എന്ന് ചെയർമാൻ ജഗദാംബിക പാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും JPC റിപ്പോർട്ട് പാർലമെന്റിൽ വരികയാണെങ്കിൽ തൊട്ട് പിന്നാലെ ഈ ബില്ല് പാസ്സാക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ നീങ്ങുക. 31-ാം തീയതിയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നത്. 1-ാം തീയതി ബജറ്റ് അവതരണമാണ്. അപ്പോൾ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നീക്കം പാർലമെന്റിൽ പ്രതീക്ഷിക്കാം. വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ JPCയുടെ എല്ലാ യോഗങ്ങളിലും പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു. വലിയ നാടകീയ കാഴ്ചകൾ തന്നെയായിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗ്ലാസ് എടുത്ത് ടേബിളിൽ ഉടയ്ക്കുന്ന കാഴ്ച വരെയുണ്ടായിരുന്നു. നാടകീയമായ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ JPC ഭരണപക്ഷം എങ്ങനെ പ്രതീക്ഷിച്ചോ അതേപോലെ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രൂപം നൽകിയിരിക്കുന്നു. അന്തിമ രൂപം ആയിരിക്കുന്നു.